ബഹദൂർക്ക അഭിനയ രംഗത്ത് വന്നത് എങ്ങനെയാണെന്ന് പറയാമോ? കലാപരമായിട്ട് എന്തെങ്കിലും വാസന ഉണ്ടായിരുന്നിരിക്കാം, അല്ലാതെ വരാൻ പറ്റൂല. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്ത് നാടകത്തിൽ അഭിനയിക്കാറുണ്ടായിരുന്നു. പിന്നെ അന്ന് വലിയൊരു കുടുംബം തീറ്റിപ്പോറ്റേണ്ടത് കൊണ്ട് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആ കാലത്ത് സിനിമാ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുമ്പോൾ കൂടുതൽ ആദായം കിട്ടുന്ന ഒരു ജോലിയാണ് കലാകാരനാകുക, സിനിമാ നടനാകുക, അല്ലെങ്കിൽ നടിയാകുക. ആ ഒരു ആഗ്രഹം മനസ്സിൽ കടന്നുകൂടുകയും അങ്ങനെ സിനിമയിലേക്ക് വരാൻ വേണ്ടി പ്രേരിതനാകുകയും ചെയ്തതാണ്. ബഹദൂർക്കയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതിന് പേര് തന്നെയും കുട്ടിക്കാലം എന്നുള്ളതല്ല, അത് ഓർമ്മിക്കാൻ പറ്റുന്ന എങ്ങനെ. പക്ഷേ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞ ശേഷം കോളേജിൽ ചേരുന്ന അവസരത്തിൽ ഒരു അഭിഭാഷകനാകണം, ഒരു വക്കീലായിട്ട് ജീവിതം കൊണ്ടുപോകണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അന്ന് സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങിയിരിക്കുന്ന കാലം പൊതുവേ ഭയങ്കര ദാരിദ്ര്യമാണ്. പിന്നെ ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ സാമ്പത്തികമായിട്ട് വലിയ കഴിവൊന്നുമില്ലായിരുന്നു. 7 സഹോദരിമാരും അസുഖമുള്ളൊരു സഹോദരനും ആയിട്ടുള്ള കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് എനിക്ക് ഒന്നും നേടാൻ പറ്റിയില്ല. അങ്ങനെ കോളേജിൽ പോയി സാമ്പത്തികമായ ചുറ്റുപാട് കൊണ്ട് കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. കോളേജിൽ നിന്ന് പുറത്തു വന്ന് ഞാൻ വീട് സംരക്ഷിക്കേണ്ട ആവശ്യത്തിന് ഒരു 1.5 വർഷത്തോളം ബസ് കണ്ടക്ടറായിരുന്നു. ബസ്സിൽ ജോലി നോക്കുന്ന അവസരത്തിലും സിനിമയിൽ കടന്നുകൂടണം. സിനിമയിൽ കടന്നുകൂടുന്നതിൻ്റെ പ്രധാനമായ ഉദ്ദേശം ലോട്ടറി അടിക്കുന്ന പോലെ സാമ്പത്തികമായ ഒരു നേട്ടം വേണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. സിനിമയിൽ വന്നു പെട്ടതിന് ശേഷം വളർച്ചയും തളർച്ചയും ധാരാളം ഉണ്ടായിട്ടുണ്ട്. തികച്ചും എൻ്റെ കുടുംബം സിനിമ കൊണ്ട് എനിക്ക് ഒരു പരിധി വരെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. ആദ്യമായി അഭിനയിച്ച പടം ഏതാണ്? ആദ്യമായിട്ട് മേക്കപ്പ് ടെസ്റ്റ് എടുത്തത് അവകാശി എന്ന് പറയുന്ന പടം 1952 തോന്നുന്നു. ആരാണ് അതിൻ്റെ ഡയറക്ടർ? അതിൻ്റെ ഡയറക്ടർ മിസ്റ്റർ പി സുബ്രഹ്മണ്യാണ്. അത് കഴിഞ്ഞ് ആദ്യമായിട്ടൊരു റോള് കിട്ടിയത് പുത്രധർമ്മം. KV കോശി ആയിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ, വിമൽ കുമാർ ഡയറക്ടർ. ആദ്യം വന്നത് തന്നെ കോമഡി ആർട്ടിസ്റ്റ് ആയിട്ടാണ്? അതെ, കോമഡി ആർട്ടിസ്റ്റാണ്. ബഹദൂർക്ക് ഏതെങ്കിലും പടത്തിൽ കഥാനായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്, 2 പടമുണ്ട്. ഒന്ന് ഉദയ സ്റ്റുഡിയോക്കാരുടെ നീലി സാരി, പിന്നെ ഓണപ്പുടവ എന്ന് പറയുന്ന 2 പടത്തിൽ. അയ്യോ മുതലാളി, ഞാനും മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുകയാണ്. മുതലാളിയെ പേടിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഞാൻ ശരണം വിളിക്കാത്തത്. പിന്നെ ഞാൻ എങ്ങനെ പോയി പറയും? മാലയെ കഴട്ടി വെച്ചിട്ട് പോയി ചൊല്ല്. ശരണം അയ്യപ്പ, ശരണം വിളിക്കേണ്ട ഞാൻ ശരണം വിളിക്കരുതെന്ന് അയ്യപ്പന്മാരോട് പറയാനോ? പൂജ പണ്ടാണ് അയോഗ്യ. അയ്യോ, എന്താണ് ഈ പറയുന്നത്? വെറുതെ അല്ല ഒരു കുഞ്ഞു പോലും ഇല്ലാത്തത്. ചേട്ടാ, பொண்டாட்டிய பக்கத்துல வச்சுக்கிட்டு அசிங்கமா வர பேசுற. என்னங்க நீங்க? அவங்க குழந்தைய பத்தி பேசுறாங்க. என்னங்க, ஒரு சக்தி இல்லாம 10 லட்சம் ஜனங்க அந்த மலை ஏறி போறாங்க. சும்மா போறாங்க, ஓசியில சோறு கிடைக்குது போறாங்க. 10 லட்சம்? எத்தனை 10 லட்சம்? ஒண்ணு പറഞ്ഞു മനസ്സിലാക്കി கூடமா. ஆமா, இவன் தான் கரெக்டா எண்ணி பார்த்து. கொஞ்ச நேரம் பேசாம இருங்களேன். எப்படி பேசாம இருக்கிறது? வலி வந்தா ஐயோ பாத்தீங்களா பாத்தீங்களா, 10 வருஷமா நீங்க பாக்காத டாக்டர் கிடையாது, சாப்பிடாத மருந்து கிடையாது. டாக்டராலதான் தீந்துதா, மருந்தாலதான் தீந்துதா? ஒரே ஒரு தடவை மலைக்கு தான் போயிட்டு வாங்களேன். അമ്മേ, നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ എത്ര പ്രാവശ്യം സംസാരിച്ചതാ. എന്നെ പറ്റി എത് വേണാലും പേശി, സംസാരത്തെ പറ്റി പേശിന അയ്യപ്പ സ്വാമി, ഇത് വലിയ ബുദ്ധിമുട്ടായല്ലോ. எனக்கு ബുദ്ധിമുട്ടാ? என்னங்க நீங்க? அவன் மலையாளத்துல பேசுறான். புத்தி மட்டும்னா கஷ்டம் அர்த்தம். ആമാ, തൊന്തരം തൊന്തരം. ബഹദൂർക്ക് എത്ര പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്? ശരിയായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ പടങ്ങളുടെ എണ്ണം കൂട്ടുന്നത് രസമായിരുന്നു. ഏകദേശം 600 ചില്ലാനം പടം ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ബഹദൂർക്ക് അഭിനയിക്കാൻ വരുമ്പോൾ ആരായിരുന്നു നായകനും നായികയൊക്കെ ആയിട്ട് അഭിനയിച്ചത്? ഞാൻ അഭിനയിക്കാൻ വരുമ്പോൾ
മിസ്റ്റർ പ്രേം നസീറായിരുന്നു. അന്ന് മിസ്റ്റർ സത്യൻ വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ മെറിലാൻഡിൽ ചെല്ലുമ്പോൾ മിസ്റ്റർ KP കൊട്ടാരക്കര, എസ് കുമാർ, പ്രേം നസീർ അവരുടെ മുമ്പിൽ അന്ന് ഞാൻ പ്രസംഗങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ ഏതാണ്ട് മേക്കപ്പ് ടെസ്റ്റ് നടത്തിയത് അവർ 3 പേരും കൂടിയാണ്. ആ കാലത്ത് മെറിലാൻഡിൽ മാത്രമേ പടം എടുക്കുന്നുണ്ടായിരുന്നു. ഒരു കൊല്ലത്തിൽ 1 or 2 പടം, ബാക്കി ആരും പടം എടുക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മെറിലാൻഡിൽ തുടങ്ങുന്ന പടം അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ്മാരെല്ലാം അവിടെ ഉണ്ടാവും. ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷമേ പോരുകയുള്ളൂ. അങ്ങനെ സ്ഥിരമായിട്ട് മെറിലാൻഡിൽ ഒരു 4-5 കൊല്ലമുണ്ടായിരുന്നു അവകാശിക്ക് ശേഷം. അത് കഴിഞ്ഞാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. വാസ്തവത്തിൽ മെറിലാൻഡ് സ്റ്റുഡിയോ വഴിയാണ് ഞാൻ ഒരു ആർട്ടിസ്റ്റായത്. അന്നത്തെയും ഇന്നത്തെയും ഈ ഫീൽഡ് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? വ്യത്യാസം പല വിധത്തിലുണ്ട്. ഒന്നാമതായിട്ട് വളരെയധികം സ്പീഡാണ്. ഇന്ന് നമ്മൾ റോട്ടിലിറങ്ങിയാൽ പോലും ഒരു സൈക്കിളിൽ ഒരുത്തും പോകുന്നുണ്ടെങ്കിലും അവൻ പതുക്കെ പോകാറില്ല. മരിക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടമാണ്. അത് കാറിലായാലും ശരി, തീവണ്ടിയിലായാലും ശരി, പ്ലെയിനിലായാലും ശരി, ഭയങ്കര സ്പീഡാണ്. ആ സ്പീഡ് സിനിമാ രംഗത്തും വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് സിനിമ എന്ന് മനസ്സിലാകാതിരിക്കുന്നതാണ് ഇന്നത്തെ സിനിമ. ഭയങ്കര ഒരു സ്പീഡാണ്. താളവും മേളവും എല്ലാം കൂടിയായിട്ട് ഒരു കൺഫ്യൂഷനാണ്. പഴയ കാലത്തെ സിനിമ ഒരു കുടുംബകഥയാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ കാണുന്നവർക്ക് കുറേ ലാഗായിട്ട് തോന്നിയാലും അതിലൊരു കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, മനസ്സിലാക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങൾ. ഇന്നിപ്പോൾ അതല്ല, ഒന്നും മനസ്സിലാകാത്ത രൂപത്തിലുള്ള ഒരു പോക്കാണ് സ്പീഡ്. ഗിരിജ വല്ലഭമേനോൻ വിജയകുമാർ. താങ്ക് യു. സത്യവാചകം ചൊല്ലണം. ആര്? ഞാനും. ദൈവം സാക്ഷിയായി. ഞാൻ പറയുന്നത് കേട്ട് പറഞ്ഞാൽ മതി. ഓയ്. ദൈവം സാക്ഷിയായി. അപ്പോൺ ഗോഡ്. എന്താ മലയാളം അറിയില്ലേ? ഓയ് അറിയാം, മലയാളത്തിലാകാം. ഓൾറൈറ്റ്. ദൈവം സാക്ഷിയായി സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കുകയില്ല. ദൈവം സാക്ഷിയായി സത്യം ബോധിപ്പിച്ചോളാം. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കുകയില്ല. സത്യം, സത്യം, സത്യം. നിങ്ങളുടെ പേരെന്താണ്? പേരെന്താണെന്നാ ചോദിച്ചത്. അറിഞ്ഞുകൂടാല്ലേ? ജി വിജയകുമാർ. അച്ഛന്റെ പേര്? അയ്യോ, എന്ത് പറ്റിയ കളിയോ. സാക്ഷിയുടെ ബന്ധം പ്രശ്നമല്ല, ചോദ്യത്തിന് ഉത്തരം പറയും. മിസ്റ്റർ ഗിരിജ വല്ലഭമേനോൻ. നിങ്ങളുടെ തൊഴിൽ? സോഷ്യൽ സർവീസ്. കേരള കൾച്ചറൽ സൊസൈറ്റിയുടെ ഓണററി സെക്രട്ടറിയാണ് ഞാൻ. അപ്പോ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. വിദ്യാർത്ഥിയാണോ? അല്ല. നിങ്ങളുടെ സൊസൈറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? ഉദ്ദേശം 30 പേര്. അതിൽ സ്ത്രീകൾ എത്ര, പുരുഷന്മാർ എത്ര? ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. പ്രൊസീഡ് മിസ്റ്റർ രാജഗോപാൽ. നിങ്ങളുടെ സൊസൈറ്റിയിൽ പുരുഷന്മാർ എത്ര, സ്ത്രീകൾ എത്ര? സത്യം പറയണം. 5 പുരുഷന്മാരുണ്ട്. ബാക്കിയുള്ളതൊക്കെ സ്ത്രീകളാണല്ലേ? ആ. നിങ്ങൾ മദ്യം കഴിക്കാറുണ്ടോ? ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ദിസ് ഈസ് ഇറലവന്റ്. യുവർ ഓണർ, സാക്ഷികളുടെ സ്വഭാവശുദ്ധി ഈ കേസിൽ പ്രധാനമാണ്. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. കൾച്ചറൽ സൊസൈറ്റിയിലെ സ്ത്രീകൾക്കും മദ്യത്തിനുമായി നിങ്ങൾ ധാരാളം പണം ചെലവാക്കാറില്ലേ? എന്റെ അളിയ പതുക്കെ പറ, അച്ഛൻ അതായിരിക്കുന്നു. പിന്നെ എന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് എനിക്ക് പണം ചെലവാക്കണ്ടേ? പണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോ നിങ്ങൾ കടം വാങ്ങാറില്ലേ? നോ നോ. കൊല്ലപ്പെട്ട ചിട്ടിക്കാരൻ നാണുക്കുറുപ്പിന്റെ പക്കൽ നിന്നും നിങ്ങൾ കടം വാങ്ങിയിട്ടില്ലേ? അയ്യോടാ, ഏത് ചിട്ടിക്കാരൻ, ഏത് നാണുക്കുറിപ്പ്? ഐ ഡോണ്ട് നോ. ഞാൻ അറിയില്ല. പരിചയമേ ഇല്ല? ഇല്ല. സത്യമാണോ പറയുന്നത്? പിന്നെ കോടതിയിൽ കള്ളം പറയും. ഈ കടലാസ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കടലാസോ? ഏത് കടലാസ്? ഞാൻ കണ്ടിട്ടില്ല. ഈ കയ്യൊപ്പ് നിങ്ങളുടേതല്ലേ? നോനോ, എന്റെ കയ്യൊപ്പ് എനിക്ക് കണ്ടാൽ അറിഞ്ഞൂടെ. അപ്പൊ ഇത് പരിശോധിക്കാൻ കൈയെഴുത്ത് വിദഗ്ധനെ ഏൽപ്പിക്കാം. ഇവരാണ് ഈ പത്രത്തിലിരിക്കുന്ന ഒപ്പ്. ഇല്ലളിയാ, ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ആ, ഇതാണോ? ഇത് എന്റെ ഒപ്പ് തന്നെയാണ്. കേസ് തീർന്നല്ലോ, ഇനി എനിക്ക് പോകാമല്ലോ. പോകാൻ വരട്ടെ, കേസ് തീർന്നിട്ടില്ല. ഏത് ചിത്രത്തിനാണ് അവാർഡ് കിട്ടിയത്?
അവാർഡ് എനിക്ക് കേരള ഗവൺമെൻറ് 4 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ കോമഡി ആർട്ടിസ്റ്റ് ആയിട്ടാണല്ലോ വന്നത്, അതായിരുന്നോ താല്പര്യം? എല്ലാ സിനിമയിൽ കടന്നുകൂടാനുള്ള ഒരു എളുപ്പമാർഗം അതായിരുന്നു. എൻ്റെ ഹൈറ്റ്, വെയ്റ്റ്, ബോഡി കൺസ്ട്രക്ഷൻ, എനിക്കുള്ള ഗ്ലാമർ, ഇതെല്ലാം വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കൂ എന്ന് പറഞ്ഞാൽ എന്നെ ആര് സിനിമയിലെടുക്കാനാണ്? സിനിമയിൽ കടന്നുകൂടാൻ എളുപ്പമായ ഒരു മാർഗം കോമഡി അഭിനയിക്കുന്നതായിരുന്നു. പിന്നെ ജീവിതത്തിൽ ധാരാളം വേദനകൾ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഈ ലോകത്തിലുള്ള എല്ലാ കൊമഡിയന്മാരും അതേ ട്രാക്കിലുള്ളവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വേദനിക്കുന്ന മനുഷ്യർക്ക് തമാശ പറയാൻ പറ്റൂ. അങ്ങനെ തമാശയിൽ കൂടി അവർ സ്വന്തം വേദന മറച്ചു വയ്ക്കുക, അല്ലെങ്കിൽ മറയ്ക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ചിരിക്കുമ്പോൾ അവർക്കും ചിരിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ കൂടിയാണ് കോമഡിയിലേക്ക് കടന്നത്. ഞാൻ പേടിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊച്ചുമുതലാളിയോട് ചോദിക്കുമോ എന്നായിരുന്നു എന്റെ ഭയം. ദൈവാധീനം കൊണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എസ്റ്റേറ്റിലാകുമ്പോൾ ഒരു ശല്യമില്ല. നോ സൊസൈറ്റി, നോ ക്ലബ്, നോ ഗേൾ ഫ്രണ്ട്സ്, നോ ബോയ് ഫ്രണ്ട്സ്, ഓൺലി വർക്ക് 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 വർക്ക്. താൻ അധികം സംസാരിക്കണ്ട. താൻ എസ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ടവരോടൊക്കെ സംസാരിച്ച് നിൽക്കാതെ അവനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ശരി മുതലാളി. കൊച്ചുമുതലാളി, എന്താ ദേഷ്യം തോന്നുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഏതായാലും രാമപിള്ളക്ക് ചോദിക്കാൻ തോന്നില്ലേ? ചോദിച്ചോണം. അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓഹോ, എന്നാൽ ചോദിക്കണ്ട. എന്നാൽ ഇല്ലാതെയും ഇല്ല. അതായത് മറ്റേ ജിക് 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 ജിക്. ജിക് 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 ജിക്കോ? ആ അതെ. ഓ, അത് ജിക് 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 ജിക്കൊന്നുമല്ല. അവളുടെ പേര് സുധ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ്. ചതിച്ചു? ചതിച്ചൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. വളരെ താമസിയാതെ വിവാഹവും കഴിക്കും. അന്നത്തെ സിനിമയിലുള്ള കോമഡിയും ഇന്നത്തെ സിനിമയിലുള്ള കോമഡിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തേത് കുറേ ഫാസ്റ്റാണ്. പെട്ടെന്ന് മനുഷ്യന് ഗ്രഹിച്ച് ആലോചിക്കാതെ ചിരിക്കാനുള്ള കോമഡിയാണെന്ന്. ആലോചിക്കാൻ മനുഷ്യന് സമയമില്ല. അന്നത്തെ കോമഡിയിൽ അല്പസ്വല്പം ഫിലോസഫിക്കലായിട്ടുള്ള ചില ഗുണപാഠങ്ങളുണ്ടാവും. ഇപ്പോൾ ചാർലി ചാപ്ലിൻ്റെ സീരീസ് അടുത്ത് ഉണ്ടായിരുന്നു. സീരീസായിട്ട് സൈലൻ്റ് മൂവിയിൽ അക്കാലത്ത് അദ്ദേഹം മനുഷ്യരെ എത്രമാത്രം ചിരിപ്പിച്ചിരുന്നു. ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം ഇന്നും ചിരിക്കുന്ന പ്രേക്ഷകർ ധാരാളമുണ്ട്. നമ്മുടെ കോമഡിയിൽ തന്നെയും NS കൃഷ്ണൻ ചെയ്തിരുന്ന കോമഡിക്ക്, എല്ലാ കോമഡിക്കും ഒരു പ്രത്യേകതയുണ്ടായി. ഫിലോസഫിക്കലാണ് കാര്യം. NS കൃഷ്ണൻ വലിയ വിദ്യാഭ്യാസമുള്ള വ്യക്തി അല്ലായിരുന്നെങ്കിലും വലിയ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോമഡിയിൽ ആലോചിച്ച് ചിരിക്കാവുന്ന പലതുമുണ്ട്. ആ വ്യത്യാസം ഇന്നത്തെ കോമഡിയും പഴയ കോമഡിയും തമ്മിലുണ്ട്. അന്നൊക്കെ ഈ കോമഡി സീൻസൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് തന്നെയാണോ എഴുതി അഭിനയിക്കുന്നത്? അതോ ഇല്ല, കഥാകൃത്ത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എഴുതിയിട്ടുണ്ടാവും. മിക്കവാറും അതിൻ്റെ ഫ്രെയിം ഉണ്ടാവും. ഇപ്പോൾ ബാസിയും ഞാനും കൂടി അഭിനയിക്കുന്ന സമയത്ത് ഇന്ന കോമഡിയാണ് എന്ന് പറഞ്ഞാൽ ബാസിയും ഞാനും കൂടി ഇരുന്ന് ആ ഫ്രെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ള പല സംഭവങ്ങളുമുണ്ട്. ചില എഴുത്തുകാരുണ്ട്, അവർ കോമഡി സ്പഷ്ടമായിട്ട് എഴുതി വയ്ക്കും. ചില ആളുകൾ സീൻ നമ്പർ 89 ബാസി ബഹദൂർ കോമഡി, പിന്നെ സീൻ നമ്പർ 89 ഇങ്ങനെ എഴുതി വച്ചിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ പറ്റുന്ന വിധത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കും. എന്നെ മറക്കണം. നീ ആ പത്രം കണ്ടു? അച്ഛാ, അത് അദ്ദേഹത്തോട് വിരോധമുള്ള ആരോ എഴുതിപ്പിച്ചാണ്. അച്ഛൻ അത് വിശ്വസിക്കരുത്. അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ല. നീ എന്തിന് എന്റെ മുമ്പിൽ അഭിനയിക്കുന്നു? വേദനിക്കുമ്പോഴും നീ ചിരിക്കുന്നു. എന്റെ മകൻ ഈ ലോകത്തിൽ ഏറ്റവും വലിയവനാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ അവൻ വലിയവനായി. നേടിയതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് അവൻ തകർത്ത് കളഞ്ഞു. നമ്മളിനി എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കുമ്പോൾ ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, അദ്ദേഹം നല്ലവനാണ്. മോളെ, അനുസരിക്കാനേ നീ പഠിച്ചിട്ടുണ്ട്.
സഹിക്കാനേ നീ ശീലിച്ചിട്ടുണ്ട്. അതിന് കവിഞ്ഞ അനുസരണ നിന്നെ അവഗണിക്കാനേ അവനെ പ്രേരിപ്പിച്ചു. ഭർത്താവിന് മറ്റൊരു സ്ത്രീയോട് സ്നേഹം തോന്നിയാൽ അവിടെ ഒരു കുടുംബം തകരും. ഭർത്താവിനെ പങ്കുവെക്കാൻ അനുവദിക്കുന്ന സ്ത്രീ ഭാര്യയല്ല, വെപ്പാരിയാണ്. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാ? അവനെ നിയന്ത്രിക്കണം. നിനക്കതിന് കഴിയും. നീ അവന്റെ ഭാര്യയാണ്. കരയാൻ മാത്രമല്ല ഒരു ഭാര്യ പഠിക്കേണ്ടത്, ശാസിക്കാനും പഠിക്കണം. നിനക്ക് അവൻ എങ്ങനെയാണ് തിരുത്തേണ്ടതെന്ന് അറിയാം. ഒരു ഭാര്യ അതാരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. 100 പടത്തിൽ കൂടുതൽ ബഹദൂർക്ക് അഭിനയിച്ചല്ലോ. സംവിധാനം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ ഒരു 2-3 മാസമായിട്ട് ഞാൻ സ്വല്പം അസുഖത്തിലാണ്. അസുഖം വന്നതിന് ശേഷം ഒരു പടം സംവിധാനം ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് പല ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്നാമതായി, എനിക്ക് സംവിധാനം ചെയ്യാൻ മനസ്സിന് തൃപ്തിയുള്ള ഒരു കഥ കിട്ടണം. ബ്ലൈൻഡായിട്ട് എന്നെ ഫൈനാൻസ് ചെയ്യാൻ സന്മനസ്സുള്ള ഒരു ഫൈനാൻസർ കിട്ടണം. പിന്നെ എൻ്റെ കലാമൂല്യം അത് അർഹിക്കുന്ന ആത്മാർത്ഥതയോടുകൂടി അതിലുള്ള തെറ്റും ശരിയും മനസ്സിലാക്കി കാണാനുള്ള പ്രേക്ഷകരെയും കിട്ടണം. ഇതെല്ലാം കൂടി ഒത്തുവരിക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ കിട്ടുകയാണെങ്കിൽ ഞാൻ ആ ഉദ്യമം നടത്തും. ഏതെങ്കിലും പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ സ്ട്രെയിറ്റായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ പല പ്രൊഡ്യൂസേഴ്സിനും എന്നാൽ കഴിയുന്ന വിധത്തിൽ സാമ്പത്തിക സഹായം, കയ്യിൽ കാശില്ലാതിരുന്നിട്ട് പോലും മാർവാടികളുടെ കയ്യിൽ നിന്നും പണം ഒപ്പിട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിൽ പല നഷ്ടവും കഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. മുഴുനീള ഹാസ്യചിത്രം എന്നൊന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അഥവാ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെയും വിജയം കൈവരിച്ചിട്ടില്ല. എന്താണെന്ന് ബഹദൂർക്കയ്ക്ക് പറയാമോ? അതിന് പ്രത്യേക കാരണമൊന്നുമില്ല. ഒരു 2.5-3 മണിക്കൂറിൽ ഒതുങ്ങുന്ന ഒരു കോമഡി എലിമെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കോമഡി പല എപ്പിസോഡായിട്ട് കിടക്കണം, പല വിധത്തിലുള്ള സംഭവങ്ങൾ. ഇതെല്ലാം ഒരു ചരടിൽ കോർത്തെടുത്ത് അതിന് കണ്ടിന്യൂറ്റിയോടുകൂടി ചിരിച്ച് മണ്ണ് കപ്പാവുന്ന വിധത്തിൽ അതിന് ആരും ശ്രമിക്കാത്തതാണ് കാരണം. പിന്നെ 2-2.5 മണിക്കൂർ നേരവും ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. അതിന് ഗ്യാപ്പിട്ട് അതിന് ആരും ശ്രമിച്ചിട്ടില്ല. തനിക്ക് ഞാൻ എത്ര രൂപ തരേണ്ടത്? മുതലും പലിശയും ചേർത്ത് 4012 രൂപ വരും. ശരി, മറ്റന്നാൾ വൈകുന്നേരം കൃത്യം 4:30 മണിക്ക് ഇവിടെ വന്ന് തന്റെ പണവുമായി കൊണ്ടുപോയിക്കോ. അതെന്ന് എടാ പൊന്നു മോനെ സേതു, സത്യ പറയൂ, നിനക്ക് ലോട്ടറി ടിക്കറ്റ് അടിച്ചു? പിന്നെ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കണം, എനിക്ക് ദേഷ്യം വരും. മറ്റന്നാൾ ഒന്ന് പണവും വാങ്ങിച്ചുകൊണ്ട് പോയിക്കോണം. പിന്നെ ഒരു കാര്യം പറയാം, തന്റെ പണവും വെച്ചുകൊണ്ട് കാത്തിരിക്കാൻ എന്നെ കൊണ്ട് സാധ്യമുണ്ട്. അപ്പോ മറ്റന്നാ 4:30 മണി. പിന്നെ എടാ സേതു, എന്നെ പറ്റിക്കാന്നൊന്നും കരുതണ്ട. ഇത് പഞ്ഞക്കാരൻ ഇട്ടൂപ്പ ഔസേപ്പാ, അറിയാവോ? നിങ്ങളോട് പോകാൻ പറഞ്ഞില്ലേ മിസ്റ്റർ? നിങ്ങൾ പണം തന്നാ പോരെ, 10 രൂപ കൂടുതൽ തന്നേക്കാം. ശരി, വഴക്കുണ്ട്. സേതുവേ, എന്താ? എനിക്കൊരാലോചന. വല്ല സോപ്പുകളോ മറ്റോ കുടിച്ചിട്ട് വയറ്റിളക്കം പിടിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു അടിയിൽ കിടന്നോളാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പണവും കൊണ്ടങ്ങ് പോവാ. ഒന്ന് പോണം മിസ്റ്റർ, മറ്റന്നാ വരണം. എന്റെ ഈശോയെ, മറ്റന്നാൾ ഒന്നില്ലാതെ നാളെ മറ്റന്നാളായി കിട്ടിയെങ്കിൽ. ഇത്രയും വർഷം ഈ സിനി ഫീൽഡിൽ ഇരുന്നിട്ട് മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? മറക്കാൻ പറ്റാത്ത സംഭവങ്ങൾ ധാരാളമുണ്ട്. ചിരിക്കാൻ വേണ്ടി എന്തെങ്കിലും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന സന്ദർഭങ്ങൾ അങ്ങനെ കടന്നുപോകും. വേദനിക്കുന്ന സംഭവങ്ങളാണ് സിനിമയിൽ അധികവും എല്ലാവർക്കും ഉണ്ടാകുക. ബഹദൂർക്ക ഈ രംഗത്ത് സംതൃപ്തനാണോ? ഞാനൊരു IAS IPS പാസ്സായാൽ കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക നേട്ടം കിട്ടി, സാംസ്കാരികമായും സാമൂഹ്യമായും വളരെയധികം നേട്ടങ്ങളുണ്ടായി, പ്രശസ്തനായി, സാമ്പത്തിക ചുറ്റുപാട് ഒരു പരിധിവരെ കിട്ടി. ഇതൊന്നും മറ്റൊരു രംഗത്തിൽ കൂടി വരികയായിരുന്നെങ്കിൽ കിട്ടുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അല്ല ഭീമ തങ്ങളെ ബീവി ഔദ്യ തങ്ങളെ ബീവി ഔദ്യ അല്ല ഭീമ തങ്ങളെ ബീവി ഔദ്യ അങ്ങനെ നമുക്കെന്താണ് എന്താണ് ബീവി നമുക്കെന്താണ് പറഞ്ഞു വെച്ചിട്ട് എന്ത് പറ്റി വല്ല ചെയ്താനോ മറ്റോ ആണോ അമ്മോ നമുക്ക് ചെയ്താനൊന്നുമല്ല നമ്മളെ മനസ്സിലായില്ലേ അറിയാത്ത എന്ത് പറ്റി മോളെ എന്താണ് മോളെ ഇത് നമുക്കറിയില്ല തങ്ങളെ നമ്മളെ ഇനിയും നിനക്ക് മനസ്സിലായില്ലേ അന്നോ ഞമ്മക്ക് മനസ്സിലായില്ല പടച്ചൊല്ലിയുടെ കാര്യത്തിൽ നിങ്ങൾ ആരാണെന്ന് പറയും നമ്മള് നിന്റെ മരിച്ചുപോയ മാപ്പിള മീരാകുഞ്ഞിയാണ് ഇപ്പൊ മനസ്സിലായ മോളെ കാണാൻ വന്നതാണോ ചോയിര് സന്മ ചോയിര് മോളെ നമുക്ക് പേടിയാവണം പാപ്പാനോട് എന്താണെന്ന് ചോദിക്കും സന്മ പാപ്പ എന്താണ് പാപ്പ മോളെ സൽമ ഇന്നിപ്പൊ ഞമ്മക്ക് കണ്ടൂടാ നമ്മളിവിടെ തന്നെ നിപ്പുണ്ടല്ലോ പാപ്പ അതെന്താണ് നിന്നോട് ഞമ്മക്ക് കയറുവാണ് അന്റെ റബ്ബേ നിങ്ങൾ അവരോട് കറിയിക്കാണ്ടിരിക്കും നിങ്ങൾ പറയണ പോലെ ഒക്കെ അവർ കേൾക്കും കേക്കുവാ ഓ അങ്ങനെ എന്നാ സുഖറിനെ ഇനി ഇവിടെ കേറ്റരുത് ഞമ്മക്കന്ന് മരിക്കുന്നതിന് മുമ്പ് അബദ്ധം പറ്റിപ്പോയതാണ് അവൻ മോളെ